കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 20, 17 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ 12 പേരെ മാത്രം കൂട്ടിക്കൊണ്ട് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് അരുൾ ചെയ്തു, ഇതാ, നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞന്മാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതീയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവർ അവനെ പരിഹസിക്കുകയും പ്രഹരിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും. അപ്പോൾ സെബദീപുത്രന്മാരുടെ മാതാവ് തൻ്റെ പുത്രന്മാരോടുകൂടെ വന്ന് അവൻ്റെ മുമ്പിൽ യാചനാപൂർവം പ്രണമിച്ചു. അവൻ അവളോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? അവൾ പറഞ്ഞു, നിൻ്റെ രാജ്യത്തിൽ എൻ്റെ ഈ 2 പുത്രന്മാരിൽ ഒരുവൻ നിൻ്റെ വലതുവശത്തും അപരൻ ഇടതുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ. യേശു മറുപടി നൽകി, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയും. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും. എന്നാൽ എൻ്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല. അതെൻ്റെ പിതാവ് ആർക്കു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാണ്. ഇത് കേട്ടപ്പോൾ ബാക്കി 12 പേർക്കും ആ 2 സഹോദരന്മാരോട് അമർഷം തോന്നി. എന്നാൽ യേശു അവരെ അടുത്ത് വിളിച്ച് ഇപ്രകാരം പറഞ്ഞു, വിജാതീയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെയാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, സഭയിൽ നമ്മൾ വിശുദ്ധനെ അനുസ്മരിക്കുന്നുണ്ട്. വിശുദ്ധ കാസിമീർ. രാജകുടുംബത്തിൽ ജനിച്ച് വളർന്ന് രാജാവാകാനുള്ള എല്ലാ സാധ്യതകളും മുമ്പിലുണ്ടായിരുന്ന ഒരു വ്യക്തി. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരാഗ്രഹത്തോടുകൂടി ജീവിച്ച് വിശുദ്ധനായ വ്യക്തിയാണ് കാസിമീർ. ഇന്ന് രാജാവാകാൻ വേണ്ടി പ്രാർത്ഥിച്ചേക്കാം. രാജാവായി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പ്രാർത്ഥന ഉണ്ടാകുമെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കാണുന്നു, ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തെ അറിഞ്ഞ് അനുഭവിച്ച വ്യക്തിയെപ്പോലെ ജീവിക്കുക. അതുകൊണ്ട് പല കല്യാണാലോചനകൾ, അല്ല ഒന്നാന്തരം ആലോചനകളൊക്കെ വന്നിട്ടും അതിനൊന്നും വഴങ്ങാതെ കണ്ട് തൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ച ഒരു വ്യക്തിയാണ്. വേണമെങ്കിൽ കൊട്ടാരസുഖത്തിൽ കഴിയാമായിരുന്നു, പക്ഷെ അദ്ദേഹം ഇഷ്ടപ്പെട്ടത് ദൈവസാന്നിധ്യത്തിൽ കഴിയാനാണ്. അതുകൊണ്ട് തന്നെ കിടപ്പൊക്കെ തറയിലായിരുന്നു. അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു സുഖജീവിതം നോക്കിപ്പോയ വ്യക്തിയല്ല കാസിമീർ. മറിച്ച് ത്യാഗോജ്ജലമായിട്ട് ജീവിച്ചു. പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ ഒരാവശ്യമായിട്ട് അദ്ദേഹം കണ്ടു. നല്ലപോലെ പ്രാർത്ഥിക്കും. രാത്രികാലങ്ങളിലൊക്കെ പീഡാനുഭവ ധ്യാനം, അതിരുന്ന് മണിക്കൂറുകൾ ധ്യാനിച്ച് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും കണ്ണീരൊഴുകുമായിരുന്നു. അത്രമാത്രം അനുഭവത്തോടുകൂടി പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ്. അതുപോലെ ബലിയർപ്പണം, മരിയഭക്തി, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായി മാറിയ കാര്യങ്ങളൊക്കെയാണ്. കൊട്ടാര സുഖത്തേക്കാൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അസാധാരണത്വം തന്നെ. ഇനി അതിന് നല്ല പ്രാർത്ഥനാ ജീവിതം, ദൈവാനുഭവം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ കാര്യം അവരുടെ ജീവിതത്തിലുണ്ടാവും. സുഖമായിട്ട് കുറേ വർഷക്കാലം ജീവിച്ച് സുഖജീവിതം നയിച്ച് മരിച്ചുപോയ ഏത് രാജാവിനെയാണ് നമ്മൾ അനുസ്മരിക്കാറുള്ളത്? ഇത്രയും ലോകം മുഴുവൻ ഈ വിശുദ്ധനെ ഈ ദിവസം അനുസ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുക.
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളണം. ദൈവത്തെ അറിഞ്ഞവരെ പോലെ നമ്മൾ ജീവിക്കണം. അങ്ങനെയുള്ളവരുടെ ആയുസ് ചുരുങ്ങിയതാണെങ്കിലും അവരുടെ സൽപ്പേര് നീണ്ടു നിൽക്കും എന്നുള്ളത് പ്രഭാഷകൻ്റെ പുസ്തകം 41 അധ്യായം, മരണം എന്നാണ് അതിൻ്റെ തലക്കെട്ട് തന്നെ. അതിൻ്റെ കീഴിൽ വരുന്ന ചില കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ. നമുക്ക് ഈ വിശുദ്ധനെ അനുകരിക്കാൻ ആഗ്രഹിക്കാം. ആ വിശുദ്ധൻ്റെ ജീവിതശൈലി ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിലും വലിയ നേട്ടങ്ങൾ നമുക്ക് സമ്പാദിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് വരാം. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടു ഒരു പ്രവാചക ദൗത്യം. നമുക്കെല്ലാവർക്കും ഉള്ളതാണ് പ്രവാചക ദൗത്യം. അത് ഏറ്റെടുത്ത് നിറവേറ്റുന്നുണ്ടോ എന്നുള്ളത് ചിന്തിച്ചാൽ മതി. പ്രവാചക ദൗത്യം ഏറ്റെടുത്ത് നിറവേറ്റിയാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരവസ്ഥയെക്കുറിച്ച് ഇന്നത്തെ ആദ്യ വായന നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തിരസ്കരണം. നമ്മൾ കാണുകയാണ്, ജെറമിയായ്ക്കെതിരെ ഒരു ഗൂഢാലോചന നടത്തി. ഇനി അവന് വേണ്ടി കുഴി കുഴിച്ച് അവനെ കുഴി ചാടിക്കാൻ നോക്കിയ ജനത്തെ അതേക്കുറിച്ചുള്ള ആ ഒരു അറിവാണ് ഇന്നത്തെ ആദ്യ വായനയിൽ നമുക്ക് ലഭിക്കുക. ജെറമിയായുടെ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ പല അധ്യായങ്ങളിൽ അതിൻ്റെ തലക്കെട്ടൊന്ന് വായിച്ചാൽ തന്നെ ജെറമിയ ഏകാഗി, ജെറമിയ പൊട്ടക്കിണറ്റിൽ വേറെ ആരെങ്കിലും കാണുമോ? ഏകാഗിയായിട്ട് അവിടെ തിരസ്കരിക്കപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന ജെറമിയയെ കാണാൻ പറ്റും. എങ്കിലും നമ്മൾ കാണുകയാണ്, ലോകം മുഴുവൻ ആ വ്യക്തിയെ ആദരിക്കുകയും ആ വ്യക്തിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവത്തെ തിരഞ്ഞെടുത്താൽ ലോകം നമ്മളെ ദ്വേഷിക്കും. ലോകത്തെ തിരഞ്ഞെടുത്താൽ ദൈവത്തിൻ്റെ ശത്രുക്കളായിട്ട് നമ്മൾ മാറും. ഏത് വേണം? നമ്മുടെ തീരുമാനമാണ്. നമുക്കിതിൽ ഏത് ഗണത്തിൽ പേണയിലും പെടാൻ പറ്റും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടു, സാധാരണ എല്ലാവരിലും തന്നെ ഉള്ള ഒരു കാര്യമാണ് അധികാരമോഹം, സ്ഥാനമാന ഭ്രമം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലർ വഴിവിട്ട് അതിനുവേണ്ടി അധ്വാനിക്കുന്നത് ചിലപ്പോൾ കണ്ടെന്ന് വരും. വേറെ ചിലർ ആ മോഹത്തെ ഒതുക്കി നിർത്തി മര്യാദയ്ക്ക് ജീവിക്കാനായിട്ട് പരിശ്രമിക്കുന്നവർ. അതിന് നല്ല ആത്മീയ ചിന്ത നമുക്കുണ്ടാകണം. സ്വർഗത്തെക്കുറിച്ച് ഒരു ദർശനം നമുക്കുണ്ടാകണം. രാജാവാകാൻ സാധ്യതയുണ്ടായിട്ട് വേണ്ടാന്ന് വെച്ച് ത്യാഗോജ്വലമായിട്ട് ജീവിച്ച കാശ്മീരിനെ നമ്മൾ കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യം, അധികാരം പോലും അത് മറ്റുള്ളവരുടെ മേൽ പ്രയോഗിക്കാനുള്ള ഒരു കാര്യമല്ല. അധികാരം ശുശ്രൂഷയായിട്ട് മാറ്റേണ്ടതാണ് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ വിശുദ്ധരൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യവും അതുതന്നെയാണ്. നമ്മൾ കണ്ടു, സബദീപുത്രന്മാരുടെ അമ്മ. ഇത് അപ്പസ്തോലന്മാർക്ക് ചേർന്നൊരു കാര്യമല്ല, സ്ഥാനമാനം നോക്കിപ്പോവുക. അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം, ഒറിജിനൽ ആദ്യമേ എഴുതപ്പെട്ട സുവിശേഷം, അവിടെ നമ്മൾ കാണുന്നത് സബദീപുത്രന്മാർ തന്നെ വന്നു. അവർ ഈ ഒരു കാര്യം ആവശ്യപ്പെട്ടു. പക്ഷേ ഇത് അപ്പസ്തോലന്മാർക്ക് ചേർന്നതല്ലാത്തതുകൊണ്ടാണ് മത്തായി സുവിശേഷകനും ലൂക്കാസ് സുവിശേഷകനും ഒരല്പം മാറ്റം വരുത്തിയിട്ടുണ്ട്. അവിടെ പറയപ്പെട്ടിരിക്കുന്നത് സബദീപുത്രന്മാരുടെ അമ്മ വന്നു. എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് ദൈവസ്നേഹികൾക്ക് ചേർന്നതല്ല. സ്ഥാനമാന ഭ്രമം എന്നുള്ളത് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ശരിക്കും ദൈവത്തിലുള്ള നമ്മുടെ സ്ഥാനം, അതാണ് പ്രധാനപ്പെട്ടത്. അതല്ലാതെ കുടുംബത്തിലോ സമൂഹത്തിലോ ഉള്ള നമ്മുടെ സ്ഥാനം അത് വേണമെങ്കിൽ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പല പരിശ്രമങ്ങളും പ്രയത്നങ്ങളും ഒക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിന്ന് വരും. അതിനേക്കാൾ ദൈവത്തിലുള്ള നമ്മുടെ സ്ഥാനം, കർത്താവിൻ്റെ കണ്ണുകളിൽ എനിക്ക് എന്ത് സ്ഥാനമുണ്ട്, കർത്താവിൻ്റെ ഹൃദയത്തിൽ എനിക്ക് എത്രമാത്രം സ്ഥാനമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയാൽ തന്നെ ഈ സ്ഥാനമാന ഭ്രമം അത് പതുക്കെ മങ്ങി ഇല്ലാതാകുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ ഒരു കാര്യം നമുക്ക് തരുന്ന ആനന്ദം, ദൈവത്തിലുള്ള നമ്മുടെ സ്ഥാനം നൽകുന്ന ആനന്ദം അത് വളരെ വലുതാണ്. ഫിലിപ്പിയർ 3-ാം അധ്യായം 8-9 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താ? യേശുവിനെ ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് ബാക്കിയൊന്നും യേശുവിനേക്കാൾ എനിക്ക് വലുതല്ല. ആര് പറഞ്ഞ? യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് അഭിഷേകം പ്രാപിച്ച പൗലോസ്ലീഹ പറഞ്ഞ ഒരു കാര്യമാണ്. ഈ ഒരു അറിവില്ലാതിരുന്നാൽ മറ്റു പലതും, വേണമെങ്കിൽ സമൂഹത്തിലുള്ള നമ്മുടെ പൊസിഷനും കുടുംബത്തിലുള്ള നമ്മുടെ സ്ഥാനവും, ഇതൊക്കെ ആയിരിക്കാം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുവേണ്ടി നമ്മൾ ഏത് രീതിയിലും അധ്വാനിച്ചെന്ന് വരും.
അതല്ല ഒരു ക്രിസ്ത്യാനിക്ക് ഭൂഷണമാകുന്നത് എന്ന കാര്യം കർത്താവ് നമ്മെ ഇന്നത്തെ വായനകളിലൂടെ പഠിപ്പിക്കുകയാണ്. ആ ഒരു പാഠം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് യേശുക്രിസ്തു വന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ്. അനേകരുടെ മോചന ദ്രവ്യമായി മാറാൻ വേണ്ടിയാണ്. എങ്കിൽ ഒരു ക്രിസ്ത്യാനിയും ആഗ്രഹിക്കേണ്ടത് അത് തന്നെയാണെന്നുള്ള ആ ഒരു പഠനം നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.